നരകത്തിലെ നാരിമാർ എന്നുള്ള വിഷയം ചർച്ച ചെയ്യുമെന്ന് ഇന്നലെ ഈ സദസ്സിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. നരകത്തിലെ നാരിമാർ എന്നുള്ള വിഷയം കേൾക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഓരോരുത്തരും ഈ മഹത്തായ ഇൽമിന്റെ വേദിയിൽ പരിപൂർണമായി പശ്ചാത്താപബോധത്തോടെ ഈ പറയപ്പെടുന്ന വിഭാഗങ്ങളിൽ നമ്മൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കത്തിക്കാളുന്ന നരകത്തിന്റെ ഭീകരമായ ബീഭത്സമായ ആ ശിക്ഷയേറ്റുവാങ്ങാനുള്ള ത്രാണിയോ അതിനുള്ള തന്റെ ഇടമോ നമുക്ക് ആർക്കും തന്നെ ഇല്ല. അതുകൊണ്ട് ഒരു മാറ്റമുണ്ടാകട്ടെ എന്ന് ആദ്യമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്തുകൊണ്ട് നരകത്തിലെ നാരിമാർ എന്നുള്ള വിഷയം ഞാൻ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്മാരിൽ ഏറ്റവും ഒടുവിൽ വന്ന പ്രവാചകരാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു പ്രവാചകന്മാർക്ക് ചെയ്തു കൊടുക്കാത്ത വലിയ വലിയ സൗഭാഗ്യങ്ങൾ അല്ലാഹു തആല പുണ്യ പ്രവാചകർക്ക് അല്ലാഹു കൊടുക്കുമ്പോൾ പ്രവാചക ജീവിതത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും മഹത്തായ ഏറ്റവും അമാനുഷികമായ ഒരു തൗഫീഖ് അല്ലാഹു നൽകിയത് റജബ് മാസം 27 പാതിരാത്രിയുടെ നിശബ്ദതയിൽ സപ്തവാനങ്ങളും താണ്ടിയിട്ട് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം സിദ്റത്തുൽ മുൻതഹ വരെയും അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ പടച്ചതമ്പുരാന്റെ സന്നിധാനത്തിലേക്ക് പോയി. അതേ പാതിരാത്രി തന്നെ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ മക്കയിൽ മടങ്ങിയെത്തി. ആ സന്ദർഭത്തിൽ തന്റെ പ്രിയപ്പെട്ട സഹാബാക്കൾ, നക്ഷത്രതുല്യരായ സഹാബാക്കൾ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ തലേ ദിവസത്തെ യാത്രയുടെ സുന്ദരമായ മുഹൂർത്തങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, യാത്രയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ടിലേക്ക് നോക്കിയിരിക്കുന്ന നക്ഷത്രതുല്യരായ സഹാബത്ത്, ആ സഹാബാക്കളോട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു, സഹാബത്തെ, ഇന്നലെ ഞാൻ അള്ളാഹുവിനെ കാണാൻ പോകും പടച്ചതമ്പുരാനെ മാത്രമല്ല കണ്ടത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം എന്റെ കൺമുമ്പിൽ കാണിക്കപ്പെട്ടു. ആ സ്വർഗത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ എന്റെ സമുദായത്തിലെ പാവപ്പെട്ട മുഹാജിരീങ്ങളായ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള വകയില്ലാതെ കഷ്ടപ്പാടിന്റെ പ്രയാസത്തിന്റെ നൊമ്പരത്തിന്റെ വേദനകളുടെ ഒരുപാട് രാപ്പകലുകൾ തള്ളി നീക്കിയ പട്ടിണി പാവങ്ങളായ സഹാബാക്കളെയാണ് എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കാണാൻ കഴിഞ്ഞത് എന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് തന്റെ സഹാബത്തിനോട് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അക്കൂട്ടത്തിൽ അല്ലാഹു എനിക്ക് കത്തിക്കാളുന്ന നരകം കാണിച്ചു തന്നു. ആ കത്തിക്കാളുന്ന നരകം അല്ലാഹു തആല എനിക്ക് കാണിച്ചു തരുമ്പോൾ ആ നരകത്തിന്റെ ഭീകരമായ ബീഭത്സമായ കഠിനമായ കഠോരമായ ശിക്ഷകളിൽ പാത്രീഭൂതരായി കഴിയുന്നത് എന്റെ സമുദായത്തിന്റെ പെങ്ങന്മാരാണ്, എന്റെ സമുദായത്തിന്റെ സഹോദരിമാരാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് എന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സഹാബത്തിനോട് വിശദീകരിക്കുമ്പോ ആ സഹാബാക്കൾ റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയേ, എല്ലാ പ്രശ്നങ്ങളുടെ പിന്നിലും ചെറുപ്പക്കാർ, എവിടെ പ്രശ്നമുണ്ടെങ്കിലും എന്തു പ്രശ്നമുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ പുരുഷന്മാരാണല്ലോ ഉണ്ടാവുക. എന്തുകൊണ്ടാണ് നബിയേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങേക്ക് നൽകിയ ഏറ്റവും വലിയ അമൂല്യമായ മുട്ടായ ആ പടച്ചതമ്പുരാനെ കാണാൻ കഴിയുക എന്നുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലാഹു നൽകുമ്പോൾ പടച്ചതമ്പുരാന്റെ നരകം പ്രതീകാത്മകമായി പടച്ചതമ്പുരാൻ അങ്ങേക്ക് കാണിച്ചു തരുമ്പോൾ ആ നരകത്തിന്റെ ഭീകരമായ ബീഭത്സമായ കഠിനമായ കഠോരമായ ശിക്ഷയേറ്റുവാങ്ങി കിടക്കുന്നത് അങ്ങയുടെ സമുദായത്തിന്റെ പെങ്ങന്മാരെന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് നബിയേ ആ സഹോദരിമാര് ചെയ്തു പോയ തെറ്റെന്താണ്? അല്ലാഹുവിന്റെ ഭീകരമായ നരകത്തിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുന്നത് അങ്ങയുടെ സമുദായത്തിന്റെ പെങ്ങന്മാരെന്ന് പറയുമ്പോ എന്തുകൊണ്ടാ നബിയേ അള്ളാന്റെ കത്തിക്കാളുന്ന നരകത്തിലെ സഹോദരിമാരെ ധാരാളം ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എന്തിന്റെ പേരിലാണ് എന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുമ്പോ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കണേ, 2013
ഫെബ്രുവരി മാസം 11-ാം തീയതി രാത്രി ഈ പാതിരാത്രിയുടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്റെ സഹോദരിമാരോട് പറയട്ടെ, 14 മുമ്പ് ആദരവായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെ കണ്ട് മടങ്ങി വരുമ്പോ എന്റെ സമുദായത്തോട് നരകത്തിൽ കണ്ട വിശേഷം പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൊരു സ്ത്രീകളെയാണെന്ന് പറയുമ്പോ ആ സ്ത്രീകൾ ചെയ്ത തെറ്റെന്താ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ റിസാലത്തിന്റെ ചുണ്ടനക്കിക്കൊണ്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ബികുഫ്രിഹിന്ന സ്വഹാബാ, അവര് നന്ദി കെട്ടവരാണ് സ്വഹാബത്തെ. നന്ദിയില്ലാത്ത വിഭാഗമാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്. സ്ത്രീ വിഭാഗം തന്നെ നന്ദി കെട്ടവരാണ്. ആ നന്ദികേടിന്റെ പേരിലാണ് നരകത്തിൽ കടന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് വിശദീകരിച്ചു കൊടുക്കുമ്പോ സഹാബാക്കൾക്ക് സംശയമായി. അവര് കുഫ്ർ കാണിച്ചത്, അവര് നന്ദികേട് കാണിച്ചത് ആരോടാണ് നബിയേ? അയക്ഫുറുന ബില്ലാഹ്, അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരം അല്ലാഹു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് പോലും സംസാരിക്കാനും കേൾക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കാതിരിക്കുമ്പോ എത്രയോ വർഷങ്ങളായി പാവപ്പെട്ട സഹോദരിമാര് സഹോദരങ്ങള് രോഗത്തിൽ കിടക്കുമ്പോൾ, രോഗികളായി കിടക്കുമ്പോ അല്ലാഹു തആല നമുക്കൊരു രോഗവും തന്നില്ലല്ലോ, അല്ലാഹു നമുക്ക് യാതൊരു പ്രയാസങ്ങളും തന്നില്ലല്ലോ. എന്റെ സഹോദരിമാരെ ചിന്തിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിക്കുകയാണ്, അയക്ഫുറുന ബില്ലാഹ്, അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചതിന്റെ പേരിലാണോ നബിയേ? പടച്ചതമ്പുരാന് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളോട് നന്ദികേട് കാണിച്ചതിന്റെ പേരിലാണോ അവര് നരകത്തിൽ കിടന്നതെന്ന് ചോദിക്കുമ്പോ മദീനയുടെ മണവാളന്റെ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ടനക്കുകയാണ്. ഇല്ല സഹാബത്തേ, അല്ലാഹു ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് പടച്ചതമ്പുരാന് സുജൂദ് ചെയ്യാത്തവരല്ല, അല്ലാഹുവിന് ശുക്ർ രേഖപ്പെടുത്താത്തവരല്ല, പടച്ചതമ്പുരാന് നന്ദി രേഖപ്പെടുത്താത്തവരല്ല. പിന്നെയോ യക്ഫുറുനൽ അശീർ, അവര് ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നവരാണ്. അവര് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളുണ്ടല്ലോ, അവര് ചോദിക്കുന്നതെല്ലാ കഷ്ടപ്പാടിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ ഒരുപാട് രാപ്പകലുകള് ഈ ഭർത്താവ് തള്ളി നീക്കിയിട്ടും എന്റെ പ്രിയപ്പെട്ടവളല്ലേ, തന്റെ കൂടെ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നവളാണ്. മാതാപിതാക്കളെ കളഞ്ഞിട്ട് എല്ലാവരും എല്ലാ ബന്ധുക്കളെയും കളഞ്ഞുകൊണ്ട് എന്റെ കൂടെ ഇറങ്ങി വന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവള് പറയുമ്പോൾ ഞാൻ അനുസരിക്കണ്ടേ എന്ന് ചിന്തിച്ചോണ്ട് എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ഭർത്താക്കന്മാര് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളുണ്ടല്ലോ, ആ ഉപകാരങ്ങളോട് നന്ദികേട് കാണിക്കുന്ന പെണ്ണാ. ഭർത്താക്കന്മാര് എന്തെല്ലാം ചെയ്തു കൊടുത്താലോ അതിനോടൊരു നന്ദി വാക്ക് പറയാത്ത പെണ്ണേ, അല്ലാഹു തആല നിനക്ക് ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട ചിലരെ അല്ലാഹു തആല ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ ഒരു മനുഷ്യന്റെ മുമ്പിൽ മറ്റൊരു മനുഷ്യൻ സുജൂദ് ചെയ്യേണ്ടി വന്നാൽ ഒരു പെണ്ണവളുടെ ഭർത്താവിന്റെ മുമ്പിൽ ദിവസേന സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സ്വന്തം ഭർത്താവ് ചെയ്തു തരുന്ന ഉപകാരങ്ങളില്ലേ? ബഹുനില കെട്ടിടമാകട്ടെ, ശീതീകരിച്ച വാഹനമാകട്ടെ, അതല്ലെങ്കിൽ അവന് കഴിയുന്ന രീതിയിൽ നിന്നെ പട്ടിണിക്കിടാതെ പോറ്റുമ്പോ എന്റെ പൊന്നുമോളെ നീ ഭർത്താവിനോട് നന്ദികേട് കാണിച്ച അല്ലാഹുവിന്റെ റസൂല് പറയുന്നു അതാണ് നന്ദികേട്. പടച്ചവനോടുള്ള നന്ദികേടിന്റെ പേരിലല്ല മോളെ നീ നരകത്തിൽ കിടക്കുന്നത്. പിന്നെയോ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിച്ചതിന്റെ പേരിലാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ആ ഒരു കാരണത്തിന്റെ പേരിലാണ് നരകത്തിൽ സ്ത്രീകൾ പ്രവേശിക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ ഹദീസ് ഈ പ്രവാസനത്തിന്റെ അവസാനം വരെ നിങ്ങളുടെ മനസ്സിലിരിക്കണം. അല്ലാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ? ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ഞാൻ കണ്ടത്. ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ഞാൻ കണ്ടത്. ആ കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അവര് ഭർത്താക്കന്മാരോടുള്ള നന്ദികേടിന്റെ പേരിലാണ് എന്ന്. എന്തു മനസ്സിലായി ഇതിൽ നിന്ന്? നരകത്തിൽ പ്രവേശിക്കപ്പെടുന്നതിൽ 90% സ്ത്രീകളും വിവാഹിതകളായ സ്ത്രീകൾ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈ ഹദീസ് അവസാന ഈ പ്രഭാഷണത്തിന്റെ അവസാനം വരെയും എന്റെ സഹോദരിമാരുടെ മനസ്സിൽ, പ്രത്യേകിച്ച് എന്റെ സഹോദരങ്ങളുടെ മനസ്സിൽ എങ്ങനെ കഴിയും? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗത്തിൽ പോകും, നമ്മുടെ ഭാര്യമാരെ നരകത്തിൽ വിടാൻ നമുക്ക് എങ്ങനെ കഴിയും? ഇവിടെ നമ്മൾ പിരിഞ്ഞിരിക്കൂല. ഗൾഫിൽ പോകുന്ന ചെറുപ്പക്കാരൻ, ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നവൻ 6 മാസം വരെ ജോലിക്കും പോകൂല, ഫോണും വിളിക്കൂല. ഫോൺ എടുത്ത് വെച്ചാൽ ഇവിടെ നിന്ന് വിളിക്കുന്ന, നാട്ടിൽ നിന്ന് വിളിക്കുന്ന ഭാര്യ ഇവിടെ നിന്ന് കരച്ചിലാണ്. ഇവളെ കരച്ചിൽ തളരുമ്പോൾ അവിടെ ഭർത്താവ് ഇങ്ങോട്ട് കരയുകയാണ്. അങ്ങനെയാണ് 6 മാസത്തോളം ഈ രീതിയിൽ ഭാര്യയെ മാറി നിൽക്കാനും പിരിഞ്ഞിരിക്കാനും കഴിയാത്ത ഭർത്താക്കന്മാരെ കാലാകാലമുള്ള അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്റെ ഭാര്യ നരകത്തിൽ കിടന്ന് പീഡിപ്പിക്കപ്പെടുമ്പോ എങ്ങനെയാണ് എന്റെ സഹോദരങ്ങളെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ നിനക്ക് കഴിയുക? അതുകൊണ്ട് നിന്റെ ഭാര്യയെ നീ നിലയ്ക്ക് നിർത്തണം. നിന്റെ ഭാര്യ ഇന്ന് എല്ലാവർക്കും പേടിയാണ്, ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അല്ലാഹു തആല ആരോഗ്യത്തോടെ പ്രവർത്തനം കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച 4 വിഭാഗം സ്ത്രീകൾ, ആ സ്ത്രീകൾ നരകത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ എന്റെ സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തേ, അർബഅതും മിനൻ നിസാഇ ഫിന്നാർ, 4 വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ സഹാബത്തിനോട് പറയുകയാണ്, 4 വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ് സ്വഹാബത്തേ. അവരിനി എന്തു ചെയ്താലും ഈ 4 പ്രവർത്തനങ്ങളിൽ അവർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ അല്ലാഹുവിന്റെ നരകമുണ്ടല്ലോ. ഏതു നരകമാണ് എന്റെ പെങ്ങളെ? നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ, വിഷമോട്ട പാമ്പരിലുണ്ട് ഉഗ്രന തേളുകൾ. അല്ലാഹുവിന്റെ കത്തിക്കാലം നരകത്തിൽ കത്തിക്കപ്പെടുന്നത് എന്താണ്? പെട്രോൾ അല്ല, ഡീസൽ അല്ല, ഗ്യാസ് അല്ല, മണ്ണെണ്ണയല്ല. എന്റെ പെങ്ങന്മാരെ, അടുക്കളയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് നിങ്ങളാണ്. എന്തോ ഒരു ചൂടാണ് നിങ്ങൾക്കറിയുമല്ലോ. ഇതുപോലത്തെ ചൂടല്ലല്ലോ നരകത്തിലെ ചൂട്. നരകത്തിലെ ചൂടിനെ പറ്റിയിട്ട് അല്ലാഹു തആല പറഞ്ഞതെന്താ? അശദ്ദു ഹറാ, ഏറ്റവും ശക്തമായ ചൂടെന്ന് അല്ലാഹു തആല നരകത്തിന്റെ ചൂടിനെ പറ്റി പറയുമ്പോൾ ആ നരകത്തിന്റെ അവസ്ഥ എന്താണ്? കത്തിക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, വഖൂരുഹന്നാസു വൽ ഹിജാറ, വഖൂരുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളും ആ ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന വിഗ്രഹാരാധകരായ മനുഷ്യരെയുമാണ് അല്ലാഹു തആല നരകത്തിലിട്ട് കത്തിക്കുന്നതെന്ന് ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുമ്പോ, എന്റെ സഹോദരിമാരെ, നരകത്തിന്റെ ആ ഭീകരമായ ചൂടില് 4 വിഭാഗ സ്ത്രീകൾ പ്രവേശിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞാൽ അതിൽ സംശയിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ പല്ലിളിക്കണ്ട, നെറ്റി ചുളിക്കണ്ട. മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. പൊന്നാര നബി തങ്ങളുടെ റിസാലത്തിന്റെ ചുണ്ടിൽ നിന്ന് എന്തടർന്നു വീഴണമെങ്കിലോ ആകാശത്തിനപ്പുറത്ത് നിന്ന് അള്ളാന്റെ തീരുമാനമില്ലാതെ പറയൂല. പടച്ചതമ്പുരാനും അറിയിച്ചു കൊടുത്തു. അതല്ലാതെ 23 വർഷക്കാലത്തിന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹൊന്നും മിണ്ടിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നബി തങ്ങൾ പറഞ്ഞാൽ പടച്ചതമ്പുരാന് പറഞ്ഞത് പോലെയല്ല, അള്ള പറഞ്ഞത് തന്നെയാണ്, അതിൽ സംശയമില്ല. ആ നബി തങ്ങളല്ലേ പറഞ്ഞത്. 14 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അർബഅതും മിനൻ നിസാഇ ഫിന്നാർ, 4 വിഭാഗ സ്ത്രീകൾ നരകത്തിലാണ്. 4 വിഭാഗ സ്ത്രീകൾ നരകത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ സഹാബാക്കൾക്ക് ആശങ്കയാണ്. വ്യാകുല വികുലരായി കൊണ്ട്, വിശാല വിഷണ്ണരായിക്കൊണ്ട്, സംബീതരായി പരിഭ്രമചിത്തരായി അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കള് നബിതങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ നബിയാ, 4 വിഭാഗം ആരാണെന്ന് പറയുക. ആ 4 വിഭാഗം ആരാണെന്നൊന്ന് പറഞ്ഞാലും നബിയേ. കാരണം എന്താ? സഹാബത്തിന് പേടിയായി പോയി. നമ്മുടെ ഭാര്യമാരതിൽ പെടുവോ? നമ്മുടെ സഹോദരിമാരതിൽ പെടുവോ? നമ്മുടെ പൊന്നാര മക്കൾ അതിൽ പെടുവോ? നമ്മുടെ മാതാക്കൾ അതിൽ പെടുമോ എന്നുള്ള പേടിയോടെ സഹാബാക്കള് തലയിലൊരു മാടപ്രാവ് വന്നിരുന്നാല് തലയിണക്കിയാല് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ, തലയിണക്കാതിരിക്കുന്നത് പോലെ ആദരവോടെ ബഹുമാനത്തോടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിരന്നിരിക്കുന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 4 വിഭാഗ സ്ത്രീകളെ നരകത്തിലാണ്. എന്റെ ഉമ്മമാര്, പെങ്ങന്മാര്, സഹോദരിമാര് കേട്ടുകൊള്ളട്ടെ.
ഇൻഷാ അല്ലാഹ് ഈ 4 വിഭാഗത്തിൽ ഏതെങ്കിലും ഞാൻ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പാതിരാത്രി തന്നെ പശ്ചാത്തപിക്കുന്നവരാ. വേണ്ട, ഇനി സുഖകരമായ ജീവിതം എനിക്ക് വേണ്ട, അല്ലാഹുവിന്റെ സ്വർഗ്ഗം എനിക്ക് വേണ്ടേ, ദാറുസ്സലാം വേണ്ടേ, ജന്നാത്തുൽ ഖുൽദ് വേണ്ടേ, ജന്നാത്തുൻ നഈം വേണ്ടേ, ജന്നാത്തുൽ ഫിർദൗസ് വേണ്ടേ, ഇങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് തീർക്കാനുള്ളതല്ലല്ലോ എന്റെ ജീവിതം എന്ന് കരുതിക്കൊണ്ട് എന്റെ പെങ്ങളെ 4 വിഭാഗത്തിൽ പെട്ടുപോയാ എന്റെ സഹോദരിമാരെ ഈ പാതിരാത്രി തന്നെ പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. സമയം അതിക്രമിച്ചു പോയി, ലോകാവസാനം അടുത്തിരിക്കുകയാ എന്റെ പെങ്ങന്മാരെ. അതുകൊണ്ട് ഇനിയെങ്കിലും ജീവിച്ചോ, നല്ലതുപോലെ ജീവിച്ചോ. റസൂലുള്ളാഹി എണ്ണി പറയുന്നത് ഞാനൊന്ന് എണ്ണട്ടെ, 4 വിഭാഗ സ്ത്രീകളെ നരകത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ആദ്യമായിട്ട് നബി തങ്ങൾ പറഞ്ഞതാരെന്നറിയോ? ഇംറഅത്തുൻ ബദിയത്തുൽ ലിസാനി അലാ സൗജിഹാ. ഒന്നാമത്തെ വിഭാഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയത് നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്. നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണേ. രാവിലെ പാടത്ത് പണിയെടുക്കാൻ പോകുന്ന പാവപ്പെട്ട ഭർത്താവ് വൈകുന്നേരം തിരിച്ച് നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ സഭ്യതയില്ലാത്ത വാക്ക് പറയുന്ന പെണ്ണേ, അശ്ലീല ചുവയുള്ള സംസാരം പിണറിയുന്ന പെണ്ണേ. നീ ഓരോ റസൂലുള്ളാഹി 4 പേരിൽ ആദ്യമായിട്ട് എണ്ണിയത് എന്റെ പെങ്ങളെ നിന്നെ പറ്റിയിട്ടാണ്. ഇംറഅത്തുൻ ബദിയത്തുൽ ലിസാനി അലാ സൗജിഹാ. നാവ് കൊണ്ട് ഭർത്താവിനെ പിടിച്ചു നിർത്തുന്ന ഭാര്യ, നാവ് കൊണ്ട് ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തുന്ന പെണ്ണേ, നീയാണ് ഒന്നാമത്തെ വിഭാഗമെന്ന് മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ